നമസ്കാരം, ഞാൻ സിനാ തലശ്ശേരി. നമ്മളേവരും കൊണ്ടാടുന്ന തിരുവോണത്തിന് ഒരു കുഞ്ഞു കഥയുണ്ട്. ആ തിരുവോണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വാമന ജയന്തിയാണ്. അതിൻ്റെ പിന്നിൽ എന്താ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് ഭയങ്കര അഹങ്കാരിയാണ്. അദ്ദേഹം താനാണ് ഈ ഉലകത്തിലെ ഏറ്റവും വലിയ ദാനധർമ്മിഷ്ഠൻ എന്ന അഹങ്കാരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണ് അദ്ദേഹത്തിന്. ആ ഒരു സമയം ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി യൂണിവേഴ്സിനെതിരാണ്. അപ്പോൾ എവിടെ യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ള സമയത്ത് ഭഗവാന്റെ അവതാരം ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ ഈ നമ്മുടെ ചക്രവർത്തി മഹാബലി ചക്രവർത്തി അശ്വമേധ യാഗം നടത്തുകയാണ്. ആ യാഗശാലയിലാക്കണം നമ്മുടെ വാമനൻ വരുന്നത്. വാമനൻ്റെ വേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണകുമാരൻ, തേജസ്വിയായ ഒരു ബ്രാഹ്മണകുമാരനായിട്ട് വരികയാണ്. തനിക്ക് പോയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 അടി മണ്ണ് തരാവോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാ 3 അടി ആക്കണത്, ഈ ഉലകം മുഴുവൻ എടുത്തോളൂ എന്ന് നമ്മുടെ മഹാബലി പറയുന്നു. അപ്പോൾ വാമനകുമാരൻ പറയാണ്, വേണ്ട, എനിക്ക് 3 മടി മാത്രം മതി. അങ്ങനെ 1ഉം 2ഉം അടി അടക്കുകയാണ്. രണ്ടാമത്തെ അടി അളക്കുമ്പോഴേക്കും ഈ ഉലകം മുഴുവൻ തിരിയാണ്. അപ്പോൾ മൂന്നാമത് അടി വെക്കാൻ സ്ഥലമില്ല, ഇടയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. മുന്നിൽ നിൽക്കുന്നത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും 3ാമത് അടിയായിട്ട് തൻ്റെ ശിരസ് കാണിക്കുകയും ആ ശിരസിൽ ഭഗവാൻ തലയിൽ കാൽപാദം വെച്ചിട്ട് അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ വാമന ജയന്തിയുടെ കഥ. ആ ദിവസമാണ് നമ്മളൊക്കെ തിരുവോണമായിട്ട് കൊണ്ടാടുന്നത്. അപ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ വാമന ജയന്തി ആശംസകൾ, തിരുവോണ ആശംസകൾ. ജയ ശ്രീകൃഷ്ണ.